പേജ് നമ്പർ 13 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ചെക്ക് വെദർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ഗിവൺ ബിലോ ആർ അരിത്തമെറ്റിക് സീക്വൻസസ്. താഴെ തന്നിരിക്കുന്ന ഓരോ സീക്വൻസും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. ദെൻ ഗീവ് ദ റീസൺ ഓൾസോ, അതിൻ്റെ കാരണം എന്തെന്ന് എഴുതുക. ദെൻ ഫൈൻഡ് ദ കോമൺ ഡിഫറൻസ് ഓഫ് ദ അരിത്തമെറ്റിക് സീക്വൻസ്. അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ അതിൻ്റെ കോമൺ ഡിഫറൻസ് എഴുതുക. 6 സീക്വൻസസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. Natural numbers leaving remainder 1 or 2 on division by 4. Then squares of natural numbers. Then reciprocals of natural numbers. Powers of 2. Half of the odd numbers. ഇതെല്ലാം വെച്ചിട്ട് നമ്മൾ സീക്വൻസസ് എഴുതുക. ഇനി എന്താണ് ചോദ്യം? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 4. എല്ലാ നാച്ചുറൽ നമ്പേഴ്സും നമ്മൾ എഴുതണം. പക്ഷെ എങ്ങനെയുള്ളതായിരിക്കണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരുന്ന എല്ലാ നാച്ചുറൽ നമ്പേഴ്സും എഴുതുക. അപ്പോൾ നമ്മൾ 1, 2, 3, 4, 5, 6, 7, 8 ഇതാണല്ലോ നാച്ചുറൽ നമ്പേഴ്സ്. ഇതിൽ ഏതൊക്കെ നമ്പറിനെയാണോ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1 വരുന്നത് ആ നമ്പറുകളാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഫസ്റ്റ് 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0. സോ 5 ആണ് ഫസ്റ്റ് നമ്പർ. 5. അതിനുശേഷം ആരാണ്? 6 പറ്റില്ല. 6നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 1 വരും, 2 വരും, 3. ഇത് 8നെ ചെയ്യുമ്പോൾ എത്ര റിമൈൻഡർ 0. ദെൻ അടുത്ത നമ്പർ 9. അടുത്ത എത്രയാണ് വരുന്നത്? 12 വരില്ല, 13. അടുത്തത് 16 വരില്ല, 17 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ. അടുത്ത രണ്ടാമത്തെ കേസ്, നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. നാച്ചുറൽ നമ്പേഴ്സ് എഴുതുക. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1ഓ 2ഓ വരുന്ന തരം നമ്പറുകൾ എഴുതുക. അപ്പോൾ നമ്മൾ 1 വരുന്നത് എഴുതിയല്ലേ. ഇനി 2 വരുന്നത് ഏതൊക്കെ എഴുതാം? 6 എഴുതാമല്ലോ. 6 എഴുതാം. ദെൻ 10 എഴുതാം, 14 എഴുതാം, എക്സെട്ര. അല്ലേ, സംശയമുണ്ടോ നോക്കാം. 6നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. 4 1s are 4, റിമൈൻഡർ 2 അല്ലേ. 10നെ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 10നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 4 2s are 8, റിമൈൻഡർ 2. അപ്പം റിമൈൻഡർ 2 വരുന്നതും ആയിട്ടുള്ള നമ്പേഴ്സിൻ്റെ സീക്വൻസ് നമ്മൾ എഴുതി. ഇനി നമുക്കത് അവരെന്താ പറയുക? നാച്ചുറൽ നമ്പേഴ്സ് ലീവിങ് റിമൈൻഡർ 1 or 2 ഓൺ ഡിവിഷൻ ബൈ 4. അപ്പോൾ നമ്മളത് ഒന്നിച്ചങ്ങ് എഴുതുക. 5 6 9 10 13 14 17 18 എക്സെട്ര. ഇതാണ് ആ ഒരു പാറ്റേണിൽ പോകുന്ന നമ്പേഴ്സ്. അടുത്ത സീക്വൻസ് പറഞ്ഞിരിക്കുന്നത് സ്ക്വയേഴ്സ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് എഴുതാൻ നിങ്ങൾക്കറിയാമല്ലോ. 1 into 1 that is 1, 2 into 2 4, 3 3s are 9. അപ്പോൾ ഇതാണ് എന്ത് സ്ക്വയേഴ്സ്. അപ്പോൾ സ്ക്വയർ നമ്പർ 1 4 9 16 25 36 49 64 എക്സെട്ര എന്ന് പറഞ്ഞ് നമുക്ക് എഴുതാം. ഓക്കെ. അടുത്തത് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നാച്ചുറൽ നമ്പറിൻ്റെ റെസിപ്രോക്കൽ 1ൻ്റെ 1 by 1 1 തന്നെ വരും. അടുത്തത് 2ൻ്റെത് 1 by 2. അടുത്തത് 1 by 3, 1 by 4, 1 by 5 എക്സെട്ര. അടുത്ത അഞ്ചാമത്തത് പവർ ഓഫ് 2 എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 2ൻ്റെ പവറുകൾ. പവർ ഓഫ് 2 വരുമ്പോൾ 2 raised to 0 that is equal to 1 വരും. ദെൻ 2 raised to 0യെ നമുക്ക് 1 എന്നങ്ങ് എഴുതാമേ. അല്ലാണ്ട് ഒരു സ്റ്റെപ്പ് എഴുതിയിട്ട് പോകാം. 2 raised to 0, 2 square, 2 raised to 1, 2 square, 2 cube, 2 raised to 4 എക്സെട്ര. അതായത് 1 2 4 8 16 എക്സെട്ര. അടുത്തത് ലാസ്റ്റത്തത് ഹാഫ് ഓഫ് ഓഡ് നമ്പേഴ്സാണ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ്. ഓഡ് നമ്പേഴ്സിൻ്റെ ഹാഫ് എന്ന് പറയുമ്പം ഇവിടെ എഴുതാം. ആറാമത്തത് ഓഡ് നമ്പേഴ്സ് എന്ന് പറയുമ്പം 3 5 7 9 എക്സെട്ര ആണ്. ഇതിൻ്റെ ഹാഫ് എടുക്കാൻ വെച്ചാൽ 3 by 2, 5 by 2, 7 by 2, 9 by 2 etc. are the half of odd numbers. Okay.
ഇനി എന്താണ് നമ്മുടെ ക്വസ്റ്റ്യന് പറഞ്ഞിരിക്കുന്നത്? ചെക്ക് വെദർ ഇതിൽ ആരൊക്കെയാണ് എന്ത് അരിത്തമെറ്റിക് സീക്വൻസ് എന്നാണ്. അപ്പോൾ ഞാനൊന്ന് ക്ലിയർ ആയിട്ട് ഒന്നുകൂടെ എഴുതാം. ആണെങ്കിൽ എന്തുകൊണ്ട്, അല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നുള്ള റീസണും എഴുതണം. നോക്കാം. ഞാൻ സീക്വൻസസ് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് അരിത്തമെറ്റിക് സീക്വൻസ്? അരിത്തമെറ്റിക് സീക്വൻസ് ആണെങ്കിൽ കോമൺ ഡിഫറൻസ് എത്രയാണ്? അപ്പോൾ അരിത്തമെറ്റിക് സീക്വൻസ് ആണ് എന്ന് നമ്മൾ കണ്ടെത്തുന്നത് എങ്ങനെയാണ്? ഏതെങ്കിലും രണ്ട് നിയറസ്റ്റ് ടേംസുകൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക. അപ്പോൾ അല്ലെങ്കിൽ കോൺസിക്യൂട്ടീവ് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ അത് അരിത്തമെറ്റിക് സീക്വൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ തന്നെ ഫസ്റ്റ് സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താണ്? 9 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 4. 13 - 9 that is also 4. 17 - 13 is also 4. അപ്പോൾ എല്ലായിടത്തും കോമൺ ഡിഫറൻസ് ഇവിടെ എല്ലായിടത്തും വരുന്ന ഡിഫറൻസ് എത്രയാണ്? കോമൺ ഡിഫറൻസ് നമുക്ക് ഡി എന്ന് ഡിനോട്ട് ചെയ്താൽ കോമൺ ഡിഫറൻസ് ഇവിടെ എത്രയാണ്? 4 ആണ്. സോ ഈ ഫസ്റ്റ് നമ്പർ ഫസ്റ്റ് സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഈ സെക്കൻഡ് വൺ നോക്കാം. 6 - 5 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അടുത്തത് 9 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. ഇവിടെ തൊട്ടടുത്തടുത്ത നിയറസ്റ്റ് രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് സെയിം അല്ല. ആണോ? സെയിം അല്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. ഇതോ 4 - 1 is equal to 3. Then 9 - 4 that is equal to 5. ഇവിടെയും കോമൺ ഡിഫറൻസ് സെയിം അല്ല. അതുകൊണ്ട് ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് ഫോർത്ത് വൺ ആണ്. ഇത് കോമൺ ഡിഫറൻസ് സെയിം ആണോ നോക്കാം. 1/3 - 1/2. ഇവിടെ LCM സെയിം അല്ലാത്തത് കൊണ്ട് നമുക്ക് സെയിം ആക്കാം. 3 2s are 6. ഇവിടെ നമ്മൾ 2 കൊണ്ടും ഇവിടെ 3 കൊണ്ടും. സോ ആൻസർ ഈസ് -1/6 ആണ് കോമൺ ഡിഫറൻസ്. ഇനി അടുത്തത് നോക്കാം. 1/4 - 1/3. ഇവിടെ LCM സെയിം, ഡിനോമിനേറ്റർ സെയിം അല്ല. സോ LCM എടുത്തു 12. 3 - 4 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/12. സോ ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം അല്ല. ഒന്നുകൂടെ വേണം നോക്കിയേക്കാം. 1/6 - 1/4 24 ആണ് LCM. 24 എടുക്കുമ്പോൾ 4 - 6 ദാറ്റ് ഈസ് ഈക്വൽ ടു -2/12 ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2. -1/6 ആട്ടോ. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഇവിടെ 1 - 1/6, പക്ഷേ ഇവിടെ -1/12 ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് സെയിം അല്ലാത്തതുകൊണ്ട് ദിസ് ഈസ് നോട്ട് ആൻ അരിത്തമെറ്റിക് സീക്വൻസ്. അടുത്തത് 1 2 4 8 16 എന്നുള്ളത് നോക്കാം. 4 - 2 എന്ന് പറയുന്നത് 4 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. അടുത്തത് 8 - 4 എന്ന് പറയുന്നത് 4 ആണ്. ഇവിടെയും കോമൺ ഡിഫറൻസ് എന്തല്ല? സെയിം അല്ല. അതുകൊണ്ട് തന്നെ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് അല്ല. അടുത്തത് സിക്സ്ത് വൺ നോക്കാം. 3/2 - 1/2. സോ ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് ഇത് 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അടുത്തത് 5/2 - 3/2 നോക്കാം. ഡിനോമിനേറ്റർ സെയിം ആണ്. സോ 5 - 3 2 വരും. 2/2 1 വരും. ഒരെണ്ണോടെ നോക്കിയേക്കാം. 7/2 - 5/2 എന്ത് വരും? 2/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. എല്ലായിടത്തും എന്താണ്? കോമൺ ഡിഫറൻസ് സെയിം ആണ്. സോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. സോ കോമൺ ഡിഫറൻസ് D ഈസ് ഈക്വൽ ടു 1 എന്ന് എഴുതാം. ഓക്കെ. അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ്. ഒരു 4 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ. ഈ തന്നിരിക്കുന്ന ഓരോ ചിത്രത്തിൽ എത്ര ചെറിയ സ്ക്വയേഴ്സ് ഉണ്ടെന്ന് നമ്മൾ സീക്വൻസ് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്, എത്ര വലിയ സ്ക്വയറുകൾ ഇതിനകത്തുണ്ട് എന്ന് എഴുതണം. മൂന്നാമത്തത് ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ, ഓരോ ചിത്രത്തിലും എത്ര സ്ക്വയർ ഉണ്ടെന്ന് ആകെ നമ്മൾ ടോട്ടൽ എണ്ണി എഴുതണം. ഇഫ് യു കണ്ടിന്യൂ ദ പാറ്റേൺ ഓഫ് ദ പിക്ചർ ആർ ദ സീക്വൻസസ് എബോവ് അരിത്തമെറ്റിക് സീക്വൻസ്. ഇതിങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുകയാണെങ്കിൽ ആ ഓരോന്നും അരിത്തമെറ്റിക് സീക്വൻസ് ആണോ? ആണെങ്കിൽ അത് എഴുതുക. ഓക്കെ, നോക്കാം.
ഒന്നാമത്തെ ചോദ്യം, ഹൗ മെനി സ്മോൾ സ്ക്വയേഴ്സ് ആർ ദെയർ ഇൻ ഈച്ച് പിക്ചർ? ഇതിനകത്ത് എത്ര സ്ക്വയർ ഉണ്ട്? 2. ഇതിൽ 1 2 3 4. ഇത് 1 2 3 4 5 6. ഇവിടെ 1 2 3 4 5 6 7 8. അടുത്തത്, ഓരോ ചിത്രത്തിലും എത്ര ലാർജ് സ്ക്വയേഴ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ ഇതിനകത്ത് ലാർജ് സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് വലുതാക്കി എടുത്തു കഴിഞ്ഞാൽ റെക്റ്റാങ്കിൾ ആവും അല്ലേ? അപ്പോൾ ഇതൊരു ലാർജ് സ്ക്വയർ. ഈ ചിത്രത്തിനകത്ത് ഒരൊറ്റ ലാർജ് സ്ക്വയർ ഉണ്ട്. അപ്പം 1, ഇവിടെ ഇതൊന്ന് 1, ദെൻ ഇങ്ങനെ നോക്കിയാൽ ഇത് 2 എണ്ണം ഉണ്ട്. അടുത്ത ചിത്രത്തിൽ 2, ഇവിടെയോ 1 2, ദെൻ ഇതുണ്ട്, ഈ നടുക്കൂടി ഒരെണ്ണം കണ്ടോ 3. അപ്പോൾ ഇത് 1 2 3 എന്ന് പോകും. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ, ഓരോന്നിലും എത്ര സ്ക്വയേഴ്സ് ഉണ്ട്? ടോട്ടൽ നമ്പർ ഓഫ് സ്ക്വയേഴ്സ് ഇൻ ഈച്ച് പിക്ചർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് 1 2 2 ഉണ്ട്. ഇതിനകത്ത് 1 2 3 4, ഈ വലുതൂടെ ചേർക്കുമ്പോൾ 5. ഇതിൽ 1 2 3 4 5 6, ഇതൊന്ന് 7, ഇതൊന്ന് 8. ഇതിൽ 1 2 3 4 5 6 7 8, ഇത് 9, ഇത് 10, ഇത് 11. ഇതിങ്ങനെ തന്നെ തുടർന്നാൽ കിട്ടുന്ന സീക്വൻസ് ഒരു അരിത്മെറ്റിക് സീക്വൻസ് ആണോ? അപ്പോൾ നോക്കാം, ഇത് 5 എണ്ണം വരുന്നത് നോക്കുമ്പോൾ ഇത് എത്ര എണ്ണം? ടോട്ടൽ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 10 ആണ്. ഇത് ടോട്ടൽ നമ്പർ ഓഫ് സ്മോൾ സ്ക്വയേഴ്സ് എന്ന് പറയുന്നത് 12 ആണ്. അപ്പോൾ ഇവിടെ കോമൺ ഡിഫറൻസ് ഇവിടെ എല്ലാം 2 ആണ്. ഇവിടെ എല്ലാം 6 - 4 2, 8 - 6 2, ഇതെല്ലാം. അപ്പോൾ ഇതൊരു എന്താണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണെന്ന് നമുക്ക് പറയാം. അടുത്തത്, ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ്? ഇതിനകത്ത് എത്ര ലാർജ് സ്ക്വയർ ഉണ്ടെന്നായിരുന്നു ചോദ്യം. അപ്പം നമുക്ക് എഴുതാവുന്നത് 1 ദെൻ 2 3 4 4. അപ്പോൾ 1 2 3, ഇത് 4 എണ്ണം ഉണ്ട്. ഇതോ 1 2 3 4 5 6 എണ്ണം ഉണ്ട് അല്ലേ? അപ്പോൾ ഹൗ മെനി ലാർജ് സ്ക്വയേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് എത്ര എണ്ണം എഴുതാം? 6 എന്ന് എഴുതാം. അപ്പോൾ 1 2 3 4 6 എണ്ണമാണ്. ഇത് നോക്കട്ടെ ഒന്നുകൂടെ. 1 ദെൻ 2 3 4 5 എണ്ണ വരുന്നുള്ളല്ലേ? ശരി, 5 എണ്ണ വരുന്നത്. അപ്പോൾ 1 2 3 4 5 എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ്. അപ്പോൾ ഈ സീക്വൻസ് ഓൾസോ അരിത്മെറ്റിക് സീക്വൻസ്. ഹൗ മെനി സ്ക്വയേഴ്സ് ആർ ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ? അപ്പോൾ ആകെ എത്ര സ്ക്വയേഴ്സ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലേ? ഒന്ന് എണ്ണി നോക്കാം. ഇവിടെ ഇത് മൊത്തം 10, പിന്നെ 11 12 13 14. അപ്പോൾ ഇതിവിടെ വരുന്നത് എത്രയാണ്? 14. ഇതിലോ മൊത്തം 12 ആയിരുന്നു. 12ൻ്റെ കൂടെ 5 കൂടെ ചേർക്കുമ്പോൾ 17. അപ്പോൾ ഇത് 5 2 3 5 5 3 8 8 3 11 11 3 14 14 3 17. കൃത്യമായ ഡിഫറൻസ് തന്നെ എവിടെയുള്ള. അപ്പോൾ ഇതും എന്താണ്? ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അപ്പം 1 2 3 എന്ത് തന്നെയാണ്? അരിത്മെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ, താഴെ പറഞ്ഞിരുന്നത് ഒന്നുകൂടെ പറഞ്ഞേക്കാം. ഞാൻ ആ ക്യാമറ അങ്ങ് മുകളിലേക്ക് ആയിപ്പോയി അല്ലേ? അപ്പോൾ ലാർജ് സ്ക്വയേഴ്സിൻ്റെ എണ്ണം 1 2 3 4 5 എന്ന് വരുന്നുണ്ട്. ഹൗ മെനി സ്ക്വയേഴ്സ് ഇൻ ഓൾ ഇൻ ഈച്ച് പിക്ചർ എന്ന് ചോദിക്കുമ്പോൾ ലാസ്റ്റത്തെ രണ്ടെണ്ണത്തിൽ വരുമ്പോൾ 14 17 കൂടി വരുന്നുണ്ട്. അപ്പോൾ 2 5 8 11 14 17. ഡിഫറൻസ് എന്ന് പറയുന്നത് 3 കൂടി വരുന്നുണ്ട്. സോ ഈ തേർഡ് വണ്ണും എന്ത് തന്നെയാണ്? ഒരു അരിത്മെറ്റിക് സീക്വൻസ് തന്നെയാണ്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ. In the picture below, the perpendiculars drawn from the bottom lines are equally spaced. ഓരോന്ന് കൃത്യം അകലത്തിലാണ് ആ പെർപെൻഡിക്കുലർ ലൈൻസ് വരച്ചിരിക്കുന്നത്. ഷോ ദാറ്റ് ദ സീക്വൻസ് ഓഫ് ദ ഹൈറ്റ്സ് ഓഫ് ദ പെർപെൻഡിക്കുലാർസ് ഓൺ കണ്ടിന്യൂയിങ് ദിസ് ഫോം ആൻ അരിത്മെറ്റിക് സീക്വൻസ്. ഈ ഇതിൻ്റെ പൊക്കം അരിത്മെറ്റിക് സീക്വൻസിലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് അവിടെ ഒരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഡ്രോ ദ പെർപെൻഡിക്കുലാർസ് ഫ്രം ദ ടോപ്പ് ഓഫ് ഈച്ച് പെർപെൻഡിക്കുലാർസ് ടു ദ നെക്സ്റ്റ് പെർപെൻഡിക്കുലാർ. ഈ മുകളിൽ നിന്ന് നമ്മളൊരു ആ പെർപെൻഡിക്കുലാർ ലൈൻ വരച്ചെടുത്താൽ നമുക്ക് അതിലേക്ക് ആ ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്നൊരു ഹിൻറ്റ് കൊടുത്തിട്ടുണ്ട്. നോക്കാം.
നമ്മൾ തന്നിരിക്കുന്ന ചിത്രത്തിൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ പെർപെൻഡിക്കുലാർസ് വരച്ചു. അപ്പോൾ നോക്ക്, ഇത് ഹാഫ് ഒരു റെക്റ്റാങ്കിളിൻ്റെ ഹാഫ് പോർഷനല്ലേ ഇത് വന്നേ. ഇവിടെ ഹാഫ് വന്നു, ഇവിടെ 1ഉം ഹാഫും, ഇത് 1 1/2 വന്നു, ഇത് 2ഉം ഹാഫും 2 1/2 വന്നു, ഇത് 1 2 3 3 1/2 3 1/2 1 2 3 4 5 ഇത് 1 2 3 4 4 1/2 1 2 3 4 5 5 1/2. അപ്പം തന്നെ മനസ്സിലായല്ലോ ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ് അല്ലേ. ഹാഫാണ് എത്ര 1 കൂടിയാണ് വരുന്നത് അല്ലേ. ഡിഫറൻസ് പറഞ്ഞാൽ 1 1/2 മൈനസ് ഹാഫ് എത്രയാണ് 1, 2 1/2 മൈനസ് 1 1/2 എത്രയാണ്, ദാറ്റ് ഈസ് ഓൾസോ 1. ഇവിടെ എല്ലാം കോമൺ ഡിഫറൻസ് 1 ആയതുകൊണ്ട് ഈ സീക്വൻസ് എന്ത് തന്നെയാണ്, ഇതൊരു അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഓക്കെ.